അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ടൈപ്പ് പ്രോബ്ലംസ് എല്ലാം ചെയ്തു. അതിന് വേറൊരു രണ്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെയുള്ളത് നിങ്ങൾ ഓൾറെഡി ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ 3 ഇൻട്രാക്ഷൻസ് ഉണ്ടല്ലോ ലേസർ ആക്ഷൻസിൽ അല്ലെങ്കിൽ ലേസർ ഓപ്പറേഷൻസിൽ വരുന്ന 3 ഇൻട്രാക്ഷൻസ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ. ഓക്കെ, അതായത് ഒരു ആറ്റത്തിന്റെ 2 എനർജി ലെവൽസ് തമ്മിൽ ഉണ്ടാകാവുന്ന 3 ഇൻട്രാക്ഷൻസ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതെന്താണ് ഓരോന്നെന്നുള്ളത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഐൻസ്റ്റീൻ കോയിഫിഷ്യൻസ് എന്താണെന്നും അവർ തമ്മിലുള്ള റിലേഷൻസും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് കൂട്ടിയല്ലോ ഫിസിക്സിന്റെ. 30 ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് കൂടാം എന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടി അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, നോക്കുകയാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കൂ. അപ്പം ലേസർ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയായിരിക്കും. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നുള്ളതാണ് എന്ത്, ലേസർ അല്ലെ. അപ്പൊ അതിന് ശേഷം വന്നതാണ് പിന്നെ മേസർ എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. ലേസറിൽ നമ്മൾ ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ, ലൈറ്റ് വേവ്, വിസിബിൾ ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ മേസർ എന്ന് പറയുമ്പോൾ മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ്. ഇതിൽ മേസറിൽ മൈക്രോവേവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മൈക്രോവേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ഈ ലേസർ പറയുമ്പോൾ എപ്പോഴും മേസറിന്റെ കാര്യങ്ങൾ കൂടി അതിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളിലൊക്കെ എപ്പോഴും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതുകൂടി പറഞ്ഞു തന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പൊ ഇവിടെ എന്താണ്, മൈക്രോവേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്താന്നൊക്കെ ഇപ്പോൾ നമുക്ക് അറിയാം. എന്താണ്, 2 എനർജി ലെവൽ ഉണ്ടെങ്കിൽ എനർജി ലെവൽസ് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളിവിടെ എടുക്കുന്നത് E1 ഗ്രൗണ്ട് സ്റ്റേറ്റും E2 ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റുമായിട്ട് എടുക്കുകയാണ്. ഇവിടെ N1 നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്, E2 N2 നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. അപ്പൊ N1 ആണ് E1ന്റെ പോപ്പുലേഷൻ, N2 ആണ് E2ന്റെ പോപ്പുലേഷൻ. ഇങ്ങനെ 2 എനർജി ലെവൽസ് ആണ് ആറ്റത്തിനുള്ളത്. അപ്പം നോർമലി എന്താണ്, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നോർമൽ തെർമൽ കണ്ടീഷൻസിലൊക്കെ എപ്പോഴും എവിടെ ഇരിക്കാനാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കാനാണ് ഏത് ആറ്റംസ് ആയിക്കോട്ടെ, മോളിക്യൂൾസ് ആയിക്കോട്ടെ, അയോൺസ് ആയിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടം അല്ലെ. അപ്പൊ എന്താണ്, ഇത് സ്റ്റെബിലിറ്റി കൂടുതൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാം ഹയർ എനർജി ലെവൽ എന്ന് പറയുമ്പോൾ എനർജി കൂടുതലാണ്. E2ലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എക്സ്ട്രാ എനർജി സപ്ലൈ ചെയ്യണം. അപ്പൊ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. E1ൽ ഇരിക്കുന്ന ഒരു ആറ്റത്തിന് എക്സ്ട്രാ എനർജി കൊടുത്തിട്ട് അതിനെ എന്ത് ചെയ്യും, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ കൊണ്ടുവയ്ക്കും അല്ലെ. അങ്ങനെയാണ്. അപ്പം അങ്ങനെ അതാണ് ആ പ്രോസസ്, ആ ഇൻട്രാക്ഷൻ ആണ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എങ്ങനെയാണ്. അപ്പൊ ഈ റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ ഇവിടെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്തിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ρV N1. ρV എന്ന് പറഞ്ഞാൽ എനർജി ഡെൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഓക്കെ, അത് എനർജി പെർ യൂണിറ്റ് വോളിയം എന്നുള്ളതാണ്. അപ്പം എന്താണ്, എത്ര എനർജി ഇൻസിഡന്റ് ചെയ്തു എന്നുള്ളത്. പിന്നെ N1 എന്ന് പറഞ്ഞാൽ E1ൽ അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എത്ര ആറ്റംസ് ഉണ്ട്. അപ്പൊ ഇത്ര കുറെ ആറ്റംസ് ഉണ്ടെങ്കിൽ കുറെ പേര് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മുകളിലേക്ക് മാറ്റാലോ. ഇനി ഒരാളെ അല്ലെങ്കിൽ ഒരാളെ മാറ്റാം, രണ്ടാളെ അല്ലെങ്കിൽ രണ്ടാളെ മാറ്റാം. അപ്പൊ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ E1 to E2 ആണ്. അപ്പൊ E1ൽ എത്ര പേര് ഇരിക്കുന്നുണ്ട് എന്നുള്ളതും അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ കൊടുക്കുന്ന എനർജി അല്ലെ. നമ്മൾ E1ൽ നിന്നും E2ലേക്കാണ് ആറ്റംസിനെ മാറ്റുന്നത്. അപ്പൊ E1ൽ എത്ര പേര് ഇരിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ എത്രമാത്രം എനർജി സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇതിനെ രണ്ടിനെയും അത് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ആ രീതിയിൽ ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, അപ്പൊ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോവർ ലെവൽ ടു ഹയർ ലെവൽ ആണ്. അതുകൊണ്ട് തന്നെ ലോവർ ലെവലിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ എത്രമാത്രം എനർജി സപ്ലൈ ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ρV N1. അത് മനസ്സിലാക്കാം. ഇനി അതിനെ ഈക്വാലിറ്റി ആക്കി മാറ്റുമ്പോൾ B12 വരും. ആ കോൺസ്റ്റന്റിനെ നമ്മൾ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് എന്ന് വിളിച്ചത് അല്ലെ. ഇനി ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ നമ്മൾ B12 എന്നാണ് റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്തിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ B12 എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ മാത്രമല്ല, പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ ഫ്രം ലെവൽ E1 to E2 അങ്ങനെ ചോദിക്കാം.
അതായത് ഓപ്ഷൻസ് തന്നിട്ട് പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ ഫ്രം ലെവൽ E1 to E2 ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരാം. ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് മനസ്സിലായല്ലോ. അങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ് ആണ് അവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി സ്പോണ്ടേനിയസ് എമിഷൻ. സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, സെയിം ഇതേ എനർജി ലെവൽ തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്. എമിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹയർ ലെവൽ ടു ലോവർ ലെവൽ ആണ് അല്ലെ, ഹയർ ലെവൽ ടു ലോവർ എമിഷൻ ആണ്. അപ്പം എങ്ങനെ വരും, നമുക്കറിയാം, അതായത് ഹയർ ലെവൽ ടു ലോവർ ലെവൽ ആയതുകൊണ്ട് തന്നെ ഹയർ ലെവലിൽ എത്ര പേരുണ്ട് എന്നുള്ളത് അതിന് ഇമ്പോർട്ടന്റ് ആണ്. സോ റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ എന്തായാലും E2-ൽ എത്ര പേര് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണല്ലോ. അതെ, പിന്നെ ഇവിടെ നമ്മൾ സ്പോണ്ടേനിയസ് എമിഷൻ ആയതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ എനർജി ഒന്നും സപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്യല്ല. അപ്പൊ N2 മാത്രം മതി. പിന്നെ അത് ഇക്വാലിറ്റി ആക്കി മാറ്റുമ്പോൾ A21 N2. ഓക്കെ, അങ്ങനെ വരും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ്. ഇനി ഇവിടെ വേണമെങ്കിൽ ടൈം ഫോർ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ 1 ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ആണ്. അതൊന്നും എന്ത് ചെയ്തോളൂ, മനസ്സിൽ വെച്ചു. ഓക്കെ, അങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് എന്ത് ചെയ്യാം, വരാം. ഓക്കെ, ഇനി അടുത്തത് ഒരെണ്ണം മനസ്സിലായ പിന്നെ ബാക്കി 2 എളുപ്പമാണ്. ഓക്കെ, സെയിം ഇത് തന്നെ. ഇനി റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുമ്പോൾ എമിഷൻ തന്നെയാണ്, ഫ്രം E2 to E1 തന്നെയാണ്. അപ്പൊ എന്തായാലും ഹയർ ലെവലിൽ എത്ര പേര് ഇരിക്കുന്നു എന്നുള്ളതിനെ തന്നെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്താണ്, സ്പോണ്ടേനിയസിലാകുമ്പോൾ എക്സ്റ്റേണൽ എനർജി കൊടുക്കുന്നില്ല, ഇവിടെ ആകുമ്പോൾ എക്സ്റ്റേണൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പൊ റോവിങ് കൂടി വരും, സ്പോണ്ടേനിയസിൽ അതിൽ വരില്ല എന്ന് മാത്രം. ഓക്കെ, പിന്നെ അത് ഈക്വാലിറ്റി സൈൻ ആക്കി മാറ്റി. ഇതിൽ B21 B1 to A21 എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി എന്താണ് മുന്നേയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഒന്നുകൂടി ഇതൊന്ന് ആ റേറ്റിന്റെ ഇക്വേഷൻ കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചത്. ഓക്കെ, like റോവി എനർജി ഡെൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ, N2 പോപ്പുലേഷൻ ഓഫ് ഹയർ എനർജി ലെവൽ, അങ്ങനെ അതെല്ലാം അതിലൊന്നും മാറ്റമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. പ്രോബബിലിറ്റിയുടെ ആ ഒരു കാര്യം ഓർമ്മിച്ച് വെക്കണം. പ്രോബബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ആണ് വരുന്നത്. പിന്നെ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ, റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ, റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ, മൂന്നും എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണം, ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഓരോന്ന് എന്താന്ന് മനസ്സിലുണ്ടായാൽ മതി. അപ്പൊ തന്നെ എന്നാണ് ഡിപ്പെൻഡൻസി നമുക്ക് എഴുതാനായിട്ട് പറ്റും. അല്ലാതെ ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കണ്ട. അപ്പൊ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ലോവർ ടു ഹയർ ലെവൽ ആണ്. അപ്പൊ ലോവർ ലെവലിൽ എത്ര ആളുണ്ട് എന്നുള്ളത് നോക്കണം. പിന്നെ മാത്രമല്ല അബ്സോർപ്ഷൻ ആകുമ്പോൾ എക്സ്റ്റേണൽ എനർജി സപ്ലൈ ചെയ്തേ പറ്റൂ. അപ്പൊ റോവിനെ ഡിപ്പെൻഡ് ചെയ്യും, എനർജി ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, എനർജി ഡെൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. ഇനി എമിഷനിൽ 2 ഉണ്ട്, സ്പോണ്ടേനിയസും ഉണ്ട്, സ്റ്റിമുലേറ്റഡും ഉണ്ട്. സ്പോണ്ടേനിയസ് നമ്മൾ എക്സ്റ്റേണൽ എനർജി സപ്ലൈ ചെയ്യുന്നില്ല, അപ്പൊ അതുകൊണ്ട് ആ പോർഷൻ വരില്ല. ഹയർ ലെവലിൽ എത്ര പേരുണ്ട് എന്നുള്ളതിനെ മാത്രമാണ് റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇനി റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണെങ്കിലോ അവിടെ നമ്മൾ എക്സ്റ്റേണൽ എനർജി കൊടുക്കുന്നുണ്ട്. അപ്പൊ റോവിനെ ഡിപ്പെൻഡ് ചെയ്യും, ഹയർ എനർജി ലെവലിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അത് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി വരുന്നത് ആ ഒരു ഡെറിവേഷൻ നിങ്ങൾ എഞ്ചിനീയറിംഗിന് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ ആ റോവിയുടെ ഒരു ഡിപ്പെൻഡൻസി, റോവി ഇൻ ടേംസ് ഓഫ് എനർജി ഡെൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഇൻ ടേംസ് ഓഫ് ഐൻസ്റ്റീൻ കോഎഫിഷ്യൻസ് ആൻഡ് പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊന്ന് മനസ്സിലിരുന്നോട്ടെ. A21/B12 N1/N2 - B21. ഓക്കെ, ആ ഒരു ഫോർമുല നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്നിന്റെ ഡിപ്പെൻഡൻസി പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പോപ്പുലേഷൻ ഓഫ് എ സ്റ്റേറ്റ് N ഈസ് പ്രൊപ്പോർഷണൽ ടു e⁻⁻ എന്നുള്ളത് അല്ലെ. എന്നിട്ട് അതിൽ N1-നും N2-നും ഒക്കെ ഇക്വേഷൻ എഴുതിയിട്ട് N2/N1 എന്താന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? N2/N1 is equal to e⁻⁻E2 - E1/KT ആണ് എന്ത്, N2/N1 എന്ന് പറയുന്നത്. N1/N2 ആണെന്നുണ്ടെങ്കിൽ മൈനസ് ഉണ്ടാവില്ല അല്ലെ, ഈ മൈനസ് ഒഴിവാക്കിയ N1/N2 ആയി. അപ്പൊ ഈ N1/N2 നമുക്ക് ഈ ഒരു കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കിട്ടും, സെക്കൻഡ് വൺ. ഓക്കെ, ദെൻ അവിടെ E2 - E1 നമുക്കറിയാം. E2 - E1 എത്ര വരും? H-nu ആണ് അല്ലെ. E2 നിന്ന് E1-ലേക്ക് പോരാൻ നമ്മൾ ഇവിടെ H-nu ആണ് കൊടുക്കുന്നത്. ആ സെപ്പറേഷൻ, അതായത് E1 നിന്ന് E2-ലേക്ക് പോകാൻ എക്സ്ട്രാ നമ്മൾ എന്താണ്
ഇൻസിഡന്റ് റേഡിയേഷൻ കൊടുത്തിട്ടല്ലേ അങ്ങോട്ട് മാറ്റുന്നത്. അപ്പൊ ആ ഒരു സെപ്പറേഷൻ, ആ ഒരു വ്യത്യാസം എത്രയാണോ അത്രയും എനർജിയാണ് നമ്മൾ സപ്ലൈ ചെയ്യുക. E1 ഇരിക്കുന്ന ഒരാളെ E2 കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് അവര് തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടോ ആ ഡിഫറൻസ് ആണ് കൊടുക്കുക. അപ്പൊ ആ ഡിഫറൻസ് ആണ് ഇൻസിഡന്റ് റേഡിയേഷൻ എന്ന് പറയുന്നത്. സോ E2 - E1 = hν ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. പോപ്പുലേഷൻ ഓഫ് എൻ എനർജി ലെവൽ n പ്രൊപ്പോർഷണൽ ടു e⁻e/kT എന്നുള്ളത്. അപ്പൊ n2/n1 എഴുതുമ്പോൾ e⁻−((2 - e1/kT) എന്ന് വരും. E2 - e1 എന്ന് പറയുന്നത് hν ആണ്, hν/kT. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും നോട്ടായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി അത് തന്നു എന്ന് മാത്രം. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കാം. n2/n1 n1/n2 ആക്കുമ്പോൾ നെഗറ്റീവ് വരില്ല കേട്ടോ. ഒരു വ്യത്യാസം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷന്റെ റേറ്റ്, റേഷ്യോ, ഞാൻ റേറ്റ് ഓഫ് എഴുതിയത് റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ടു സ്പോണ്ടേനിയസ് എമിഷൻ. റേറ്റ് അല്ല കേട്ടോ, റേഷ്യോ ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ടു സ്പോണ്ടേനിയസ് എമിഷൻ ആണ്. R = 1/e⁻hν/kT - 1. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിൽ വേണം. റേഷ്യോ ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ടു സ്പോണ്ടേനിയസ് എമിഷൻ 1/e⁻hν/kT - 1. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യൻ മറ്റേ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് ചോദിച്ചില്ലേ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് 2-3 ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ഇൻ എ ലേസർ യൂണിറ്റ്, laser beam of wavelength 6328 angstrom is emitted. How many photons are emitted per unit second if output power is 1 milliwatt? ഒന്ന് ചെയ്യാൻ ശ്രമിച്ചോളൂ എല്ലാവരും, എന്നിട്ട് ആൻസർ കമന്റ് ചെയ്യാം കേട്ടോ. 2-3 മിനിറ്റ് ഞാൻ തരാം, കഴിഞ്ഞിട്ട് ഞാൻ സോൾവ് ചെയ്യാം. ഞാൻ ഓൾറെഡി ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ഒരു അഡീഷണൽ ക്ലാസ് എല്ലാ മൊഡ്യൂളും തീർന്നതിന് ശേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തിട്ടുണ്ട്. നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് ചോദിച്ച ആ ക്വസ്റ്റ്യൻ ഇല്ലേ ലേസറിൽ പ്രോബ്ലം, ആ ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂമറിക്കൽസ് തന്നെയല്ലേ, അങ്ങനെ ഒരു സെഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. അതില് ആ ടൈപ്പ് പ്രോബ്ലം ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, നോക്കിയിട്ടുണ്ടെങ്കിൽ. ഇതൊന്നുമില്ല, നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടോട്ടൽ ഔട്ട്പുട്ട് പവർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് പവർ എത്രയാണോ അത്, ഇതിപ്പം പറഞ്ഞിട്ടുള്ള ഹൗ മെനി ഫോട്ടോൺസ് ആർ എമിറ്റഡ് പെർ യൂണിറ്റ് സെക്കൻഡ് എന്നാണ്. അപ്പം യൂണിറ്റ് സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എനർജി എമിറ്റഡ് കിട്ടും അല്ലെ. ഇപ്പൊ ഇവിടെ 1 milliwatt × 1 സെക്കൻഡ് ആണ്, പെർ സെക്കൻഡ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ × 1 സെക്കൻഡ് × 1 ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ജൂളിലേക്ക് മാറി, എനർജി ആയി. അപ്പം അവിടെ ടോട്ടൽ എനർജി എമിറ്റഡ് അപ്പം നമുക്ക് കിട്ടി, ഓൾറെഡി കിട്ടി. 1 milliwatt × 1 സെക്കൻഡ് എന്തായി, ടോട്ടൽ എനർജി എമിറ്റഡ് ആയി. ഇനി വരുന്നപ്പോ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഫോട്ടോൺസ് ഉണ്ടാവാം. അപ്പൊ അതിൽ വരുന്ന ഓരോ ഫോട്ടോണിന്റെ വേവ് ലെങ്ത് ആണ് തന്നിട്ടുള്ളത് 6328 ആങ്സ്ട്രോം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫോട്ടോണിന്റെ എനർജി നമുക്ക് കണ്ടുകൂടെ, hν hc/λ വെച്ചിട്ട്. അപ്പം ടോട്ടൽ എനർജി ബൈ എനർജി ഓഫ് എ ഫോട്ടോൺ വിൽ ഗേവ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ്. അത്രേ ഉള്ളൂ ഇതിന്റെ കോൺസെപ്റ്റ്. ഇത്രയും കാര്യം ഓർമ്മിച്ച് വെച്ചാൽ മതി. ടോട്ടൽ എനർജി തന്നു, പിന്നെ വേവ് ലെങ്ത് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോണിന്റെ എനർജി ഈസി ആയിട്ട് കാണാം. ടോട്ടൽ എനർജി ബൈ എനർജി ഓഫ് എ ഫോട്ടോൺ വിൽ ഗിവ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ്. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പൊ ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് പവർ തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എനർജി ഞാൻ TE എന്ന് എഴുതുന്നുണ്ട്. ടോട്ടൽ എനർജി എന്ത് വരും, 1 milliwatt ആണ്. അപ്പൊ 10⁻³ × 1 സെക്കൻഡ്.
അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് കിട്ടും 10⁻³ ജൂള്. ഇത്രയാണ് എന്ത് ടോട്ടൽ എനർജി എമിറ്റഡ് വരുന്നത്. നമുക്ക് എനർജി ഓഫ് എ ഫോട്ടോൺ കാണണം. ഈ ഫോട്ടോൺ എഴുതാൻ ഈ ഫോട്ടോൺ എന്ന് പറയുമ്പോൾ h ന്യൂ എന്ന് പറയുമ്പോൾ hc/λ. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 6.6 × 10⁻³ × 3 × 10⁸ ഡിവൈഡഡ് ബൈ ലാംഡ എത്രയാണ് 6300 × 28 ആങ്സ്ട്രോം 10⁻⁻10 മീറ്റർ. ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. ആങ്സ്ട്രോം എന്ന് എഴുതുന്നത് A⁻0 ആങ്സ്ട്രോം ആണ്. 10⁻⁻10 മീറ്റർ ആണ്. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 3.10⁻16 3.13128 into 10⁻⁻19 ജൂൾ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ്. എമിറ്റഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എനർജി ബൈ ഈ ഫോട്ടോൺ. ഓക്കെ, ടോട്ടൽ എനർജി എത്രയാണ് 10⁻³ ജൂള്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. Number of photons 3.19 into 10⁻50. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് എന്ത് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ടോട്ടൽ എനർജി, എനർജി ഓഫ് എ ഫോട്ടോൺ. നമുക്കറിയാലോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ ഒരു കൂട്ടം, ഒരു ഫോട്ടോൺസിന്റെ ഒരു കൂട്ടാണെന്നുള്ളത്. ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ക്വാണ്ടം ഒപ്റ്റിക്സിലാണ് എന്ത് വരുന്നത്, ലേസറിന്റെ പ്രിൻസിപ്പിൾ വരുന്നത് ആണല്ലോ. ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് എ പാക്കറ്റ്സ് ഓഫ് എനർജി കോൾഡ് ഫോട്ടോൺസ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. Second one. Okay. Second one, a certain ruby laser emits 1 joule pulses of light whose wavelength is 694 nanometer. What is the minimum chromium 3+ ions in the ruby? അതാണ്. അപ്പോൾ വാട്ട് ഈസ് ദ മിനിമം chromium ions in the ruby എന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് എന്ന് തന്നെയാണ് എന്ത് ക്വസ്റ്റ്യൻ. എത്ര ഫോട്ടോൺസ് എമിറ്റ് ചെയ്തോ അത്രയും ക്രോമിയം അയോൺസ് ആണ് അവിടെ ഉണ്ടാവുക. ഓരോ ഇതും ഓരോ ഫോട്ടോൺ തരുമല്ലോ. അപ്പം മിനിമം നമ്പർ ഓഫ് ക്രോമിയം 3+ അയോൺസ് എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് പവർ അല്ല, ടോട്ടൽ എനർജി എമിറ്റഡ് തന്നെയാണ് തന്നിട്ടുള്ളത്. 1 ജൂൾ പൾസസ്. ഓക്കെ, 1 ജൂൾ പൾസസ് എന്ന് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എമിറ്റഡ് വേവ് ലെങ്ത് 694 നാനോമീറ്ററിന് തന്നിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യണം, എനർജി ഓഫ് എ ഫോട്ടോൺ കണ്ടുപിടിക്കണം. ഓക്കെ, അവിടുന്ന് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് കിട്ടും. ദാറ്റ് ഈക്വൽ ടു ദ മിനിമം നമ്പർ ഓഫ് ക്രോമിയം അയോൺസ് ഇൻ ദ റൂബി. ഓക്കെ, സോ ചെയ്ത് നോക്കിക്കോളൂ. സോ ടോട്ടൽ എനർജി 1 joule. And then energy of a photon
2.85 into 10 raised to minus 17 and raised to minus 19. Joule. Okay. Ini adu kaliyumbo number of photons. Okay, minimum number of ions in the ruby. Minimum number of chromium ions in the ruby is equal to number of photons emitted that equal to total energy by E photon. Total energy 1 joule divided by 2.85 into 10 raised to minus 90. 3.54 into 10 raised to 80. This is the answer. Okay. നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു ഇത്രയും കാൽക്കുലേഷൻസ് ഉള്ളതൊന്നും വരില്ല. എൻ്റെ എക്സ്പെക്ടേഷൻ അത് തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ എക്സാം വന്നപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു. നമ്മൾ ഓരോ ടൈപ്പ് എല്ലാതും ചെയ്തിട്ട് പോയി. ഇനിയിപ്പോൾ കാൽക്കുലേഷൻസ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇനി ഇവിടുന്നൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ന്യൂമറിക്കൽസിൽ അവസാനം ഞാൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും കാൽക്കുലേഷൻസ് ഉള്ളതൊക്കെ ചോദിക്കുമോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ചോദിച്ചു. അപ്പൊ ഇനി നമ്മൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തേ പറ്റൂ. അല്ലെ, ഒരുവിധം ചോദിച്ച പ്രോബ്ലംസ് എല്ലാം അത്യാവശ്യം കാൽക്കുലേഷൻസ് ഉള്ളതായിരുന്നു അല്ലെ. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് ചോദിച്ച ക്വസ്റ്റ്യനും അതെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡൗട്ടൊന്നുമില്ലല്ലോ അല്ലെ ആർക്കും? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടോ. Third question നോക്കിക്കോളൂ. A semiconductor laser has a peak emission wavelength of 1.24 micrometer. What is the band gap energy in electron volt? Okay. ഇതാണ് അടുത്തത്. അപ്പം ആ ടൈപ്പ് കഴിഞ്ഞു. ഞാൻ രണ്ടെണ്ണം കാണിച്ചു തന്നു നിങ്ങൾക്ക്. ഓക്കെ, ഇനി അടുത്തത് ഇതാണ്. A semiconductor laser has a peak emission wavelength of 1.24 micrometer. What is the band gap energy in electron volt? ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടർ ലേസറിന്റെ കേസിൽ നമ്മൾ എമിറ്റ് ചെയ്യുന്ന എനർജി ഉണ്ടല്ലോ. അപ്പോൾ HNU ആ ഒരു ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് ആ ബാൻഡ് ഗ്യാപ്പ് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. സോ EG ബാൻഡ് ഗ്യാപ്പ് എനർജി ഈസ് ഈക്വൽ ടു HNU hc/λ എന്നുള്ളതാണ്. ആ കാര്യമാണ് ഇവിടെ ഓർക്കേണ്ടത്. ഓക്കെ, സോ എമിറ്റഡ് ഫോട്ടോണിന്റെ എനർജി ഈസ് ഈക്വൽ ടു ബാൻഡ് ഗ്യാപ്പ് എനർജി. ശ്രദ്ധിക്കൂ, ബാൻഡ് ഗ്യാപ്പ് എനർജി EG is equal to HNU that equal to hc/λ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാൻഡ് ഗ്യാപ്പ് എനർജി കിട്ടും. അപ്പം 6.6 into 10 raised to minus 34, 3 into 10 raised to 8. ഇനി ലാംഡ എത്രയാണ്? 1.24 മൈക്രോമീറ്റർ ആണ്. മൈക്രോ എന്ന് പറയുമ്പോൾ 10 raised to minus 6. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 15.96 into 10 raised to minus 26, 10 raised to minus 6, 10 raised to minus 20 എന്ന് വരും അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ H ജൂൾ സെക്കൻഡിൽ
പിന്നെ സി മീറ്റർ പെർ സെക്കൻഡിൽ, ലാംഡ മീറ്ററിൽ അല്ലേ. ഇതെല്ലാം കൂടി ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ജൂളിലാണ് എന്ത് കിട്ടുക, എനർജി കിട്ടുക. പക്ഷെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഇലക്ട്രോൺ വോൾട്ടിലാണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ വോൾട്ടിക്ക് മാറ്റാനായിട്ട് 15.96 ജൂളിലുള്ളത് മാറ്റാൻ എന്ത് ചെയ്യണം, ഓർമ്മയുണ്ടല്ലോ, ഡിവൈഡഡ് ബൈ 1.6 into 10⁻⁻19 ചെയ്യാം. ഇപ്പോൾ 0.99 ആണ് വരിക. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എന്തായി, 1 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു 1.6 into 10⁻⁻19 ജൂൾ എന്നുള്ളതാണ്. അപ്പോൾ ഫോർത്ത് വൺ നോക്കിക്കോളൂ. എ റൂബി ലേസർ എമിറ്റ്സ് പൾസസ് ഓഫ് 20 nanosecond ഡ്യൂറേഷൻ വിത്ത് an average power per pulse being 0.1 megawatt. If the number of photons emitted is 6.981 into 10⁻15, what is the wavelength of emitted beam? ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് ഫോട്ടോൺസ് തന്നിട്ടുണ്ട്, എമിറ്റഡ് ബീമിന്റെ വേവ് ലെങ്ത് എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ടോട്ടൽ എനർജി ഇവിടെ കാണാൻ എളുപ്പമാണ്. ഔട്ട്പുട്ട് പവറും പിന്നെ അതിന്റെ പൾസ് ഡ്യൂറേഷനും തന്നിട്ടുണ്ട്. സോ ഔട്ട്പുട്ട് പവർ ഇൻറ്റു പൾസ് ഡ്യൂറേഷൻ വിൽ ഗീവ് യു ദ ടോട്ടൽ എനർജി ഓഫ് എ പൾസ്. ഓക്കെ, ദെൻ ദാറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്ത് കിട്ടും, എനർജി ഓഫ് എ ഫോട്ടോൺ കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ലാംഡ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ചെയ്ത് നോക്കൂ. ആദ്യം ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. 0.1 മെഗാവാട്ട് ആണ്. അപ്പൊ 10⁻6 വരും. നേരത്തെ മില്ലി വാട്ട് ആയിരുന്നു. 20 നാനോ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 20 into 10⁻⁻9 വരും. അപ്പൊ 2 into 10⁻⁻3 ജൂള് വരും. ഓക്കെ, ഇനി ഈ ഫോട്ടോൺ എങ്ങനെ കാണാം, ടോട്ടൽ എനർജി ബൈ നമ്പർ ഓഫ് ഫോട്ടോൺസ്. റേസ് ടു 50 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഫോട്ടോൺ കിട്ടും. ടു 2.86 into 10⁻⁻19 ജൂളാണ് വരുന്നത് എനർജി ഓഫ് എ ഫോട്ടോൺ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും, hc by lambda is equal to 2.86 into 10⁻⁻19. So lambda becomes 2.86 into 10⁻⁻19. ഇതും ചെയ്ത് കഴിയുമ്പോൾ ലാംഡയുടെ വാല്യൂ ആയി.
raised to minus 26, 10 raised to minus 19, raised to minus 7 meter. അപ്പോൾ ഒന്നുകിൽ 692.3 നാനോമീറ്ററിന് എഴുതാം, അല്ലെങ്കിൽ 6923 ആങ്സ്ട്രം എന്നും എഴുതാം. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Find the wavelength of emitted radiation from gallium arsenic which has a band gap of 1.44 electron volt. Okay. ഇവിടെ ഓൾറെഡി എനർജി തന്നിട്ടുണ്ട്, നമുക്ക് കാണേണ്ടത് വേവ് ലെങ്ത് ആണ്. അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞു അല്ലേ? നമുക്കറിയാം എന്താണ് Eg ഈസ് ഈക്വൽ ടു 1.44 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ആദ്യം തന്നെ അതിനെ എന്ത് ചെയ്യണം? ജൂളിലേക്ക് മാറ്റണം. കാരണം ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തു കഴിയുമ്പോൾ ഇനി hc by lambda is equal to -19. നമുക്ക് വേണ്ടത് ലാംഡയാണ്. ലാംഡ എത്ര വരും നോക്കാം. 8.59 into 10 raised to minus 7 meter. അപ്പോൾ 8.593 അപ്പോൾ 859.3 നാനോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് നമുക്കിന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒന്ന് നമ്മൾ 2 ടൈപ്പ് ചെയ്തു. ഓക്കെ, ഒന്ന് ഈ ബാൻഡ് ഗ്യാപ്പിൻ്റെ, പിന്നെ ടോട്ടൽ എനർജി, നമ്പർ ഓഫ് ഫോട്ടോൺസ്, എനർജി ഓഫ് ഫോട്ടോൺസ്, അത് തമ്മിലുള്ള റിലേഷനിലുള്ള ആ ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ ഇപ്പം ഈ ക്വസ്റ്റ്യനൊക്കെ വേവ് ലെങ്ത് കാണാനുള്ള ക്വസ്റ്റ്യനുണ്ടല്ലോ. അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ നാനോമീറ്ററിലാണോ ആങ്സ്ട്രത്തിലാണോ ആ കൺവേർഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് വരണം. ഓക്കെ, അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്താലേ വരുള്ളൂ. അപ്പോൾ അത് എന്ത് ചെയ്യണം, എങ്ങനെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. പിന്നെ അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യനിലുണ്ടല്ലോ, ഇതാ അപ്പം ഈ ബാൻഡ് ഗ്യാപ്പ് എനർജി ചോദിച്ചില്ലേ. ഇപ്പം ഇതിൽ തന്നെ ഇങ്ങനെ തന്നിട്ട് ബാൻഡ് ഗ്യാപ്പ് എനർജി ഏതാന്ന് ചോദിച്ചു, ജസ്റ്റ് വാട്ട് ഈസ് ദ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് മാത്രം ചോദിച്ചിട്ട് ഓപ്ഷനിൽ ജൂളിലുള്ള ആൻസർ, അതായത് 15.96 into 10 raised to minus 20 ജൂൾ ഓപ്ഷൻ എ തരും, ഓപ്ഷൻ ബി 1 ഇലക്ട്രോൺ വോൾട്ടും തരും, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി തരും, ഓപ്ഷൻ സി എന്ത് വരും, നൺ ഓഫ് എ ആൻഡ് ബി, അങ്ങനെ എന്തെങ്കിലും തരും. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, പെട്ടെന്ന് നമ്മൾ ജൂളിലെ കണ്ട ഉടനെ ജൂളിലെ കണ്ടിട്ട് ഓപ്ഷൻ നോക്കിയിട്ട് വേഗം എന്ത് ചെയ്യരുത്, മാർക്ക് ചെയ്യരുത്. എന്ത് ചെയ്യണം, ഇലക്ട്രോൺ വോൾട്ടിലും കൂടി, കാരണം എന്താ ഓപ്ഷനിൽ ഇലക്ട്രോൺ വോൾട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി നോക്കണം. കാരണം എന്താണ് ഓപ്ഷൻസിൽ ബോത്ത് എ ആൻഡ് ബി എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ തെറ്റിപ്പോവും. ഓക്കെ, അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ 1-2 തവണ ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇതിനല്ല കേട്ടോ, വേറെ എക്സാമിനൊക്കെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ എനർജി ഒക്കെ ചോദിക്കുമ്പോൾ
അത് ഇലക്ട്രോൺ വോൾട്ടിൽ ജൂളിൽ, കാരണം ആ ഓപ്ഷൻ എ ജൂളിലായിരിക്കും തരിക, കാരണം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആദ്യം കിട്ടുന്ന അതാണല്ലോ. അപ്പോൾ വേഗം കൊണ്ടുപോയി അത് മാർക്ക് ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കണം, ഇലക്ട്രോൺ വോൾട്ടിലുള്ള ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ വോൾട്ടിലുള്ളതും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം, കാരണം ഓപ്ഷൻ സി അവിടെ കിടക്കുകയാണ്, ബോത്ത് എ ആൻഡ് ബി എന്നുള്ളത്. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ലാംഡ, പിന്നെ നമുക്ക് കിട്ടിയ പോലെ തന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ആൻസർ കിട്ടിയത് 10⁻⁷ മീറ്ററിലാണ്. ഓപ്ഷൻസ് ഒരുപക്ഷെ നാനോമീറ്ററിലാവാം, അല്ലെങ്കിൽ ആംസ്റ്റത്തിലും തരാം. അപ്പൊ ആ കൺവേർഷൻ എന്ത് ചെയ്യണം, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ റേറ്റ് ഉണ്ടല്ലോ, സ്റ്റിമുലേറ്റഡ് സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ്റെ, അതൊന്ന് മനസ്സിലിരുന്നോട്ടെ കേട്ടോ, ഏതെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഈ റോഡി ഇൻ ടേംസ് ഓഫ് ഐൻസ്റ്റീൻ കോഎഫിഷ്യൻസ് ആൻഡ് പോപ്പുലേഷൻ, അത് പിന്നെ പോപ്പുലേഷൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ റേഷ്യോ സ്റ്റിമുലേറ്റഡ് എമിഷൻ ടു സ്പോണ്ടേനിയസ് എമിഷൻ്റെ റേറ്റ് എത്രയാണ്, ഇത് ഓപ്ഷനിൽ ഈ ഒരു സാധനം തന്നിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് ഇന്നിവിടെ എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചോളൂ, നമുക്ക് ക്ലിയർ ചെയ്യാം.